ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതായത് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് എത്തിയിട്ടുണ്ടാവില്ല. അതായത് നമുക്ക് വൈഫൈ കണക്ഷൻ എടുക്കാനായിട്ട് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഫീസിബിൾ അല്ലാത്ത സ്ഥലമായിരിക്കും. അവർക്ക് അവിടെ ചിലപ്പോൾ മൊബൈലിന് വരെ റേഞ്ച് ഉണ്ടാവില്ല. അതായത് വീടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ മൊബൈലിന് റേഞ്ച് ഇല്ല. റേഞ്ച് കിട്ടണമെങ്കിൽ ടെറസിൻ്റെ മുകളിൽ പോകണം, അല്ലെങ്കിൽ അവിടെ തുറസായ സ്ഥലത്തൊക്കെ ഇരുന്നാലാണ് റേഞ്ച് കിട്ടുകയുള്ളൂ. വീടിൻ്റെ അകത്ത് മൊബൈലിനും റേഞ്ച് ഇല്ല, അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് കണക്ഷനും ലഭ്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ശരിയാണ്, അങ്ങനത്തെ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സിമ്മ് ബേസ് ചെയ്തിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന റൗട്ടറുകൾ മേടിക്കുക. അതായത് സിം റൗട്ടറുകൾ കിട്ടും. സിം റൗട്ടറുകൾ നമ്മൾ എടുക്കുക. സിം റൗട്ടറുകൾ എടുത്തതിന് ശേഷം സിം റൗട്ടർ നമ്മൾ പർച്ചേസ് ചെയ്യുക, ഓൺലൈനിലും മറ്റും ലഭ്യമാണ്. സിം റൗട്ടർ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സിം റൗട്ടർ സിം ഇട്ടതിന് ശേഷം നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടിനകത്ത് റേഞ്ചില്ലെന്നാണ് പറയുന്നത്. വീടിനകത്ത് റേഞ്ചില്ല, വീടിന് പുറത്ത് റേഞ്ചുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ പുറത്ത് മീൻസ് ഇപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിലാകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് റേഞ്ച് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടാവും. അപ്പോൾ ഈ സിം റൗട്ടർ സിം ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒരു പോയിന്റിൽ, ഇപ്പോൾ ടെറസിൻ്റെ മുകളിലാണെങ്കിൽ ആ ടെറസിൻ്റെ മുകളിൽ ആ ഒരു മഴയൊന്നും കൊള്ളാത്ത വിധത്തിൽ നമ്മളൊരു പവർ പോയിൻറ്റും സെറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഈ ഒരു സിം റൗട്ടർ സെറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ സിം റൗട്ടർ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിമ്മിന് ആ റേഞ്ച് കിട്ടുകയും ആ റൗട്ടർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സിം റൗട്ടർ അവിടെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ റേഞ്ച് നമുക്ക് താഴോട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും. പക്ഷേ അവിടെയും പ്രശ്നം വരും. കാരണം റൗട്ടർ ഇരിക്കുന്ന പുറത്താണ്, വീടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വീടിൻ്റെ അകത്തല്ല റൗട്ടർ ഇരിക്കുന്നത്. കാരണം വീടിൻ്റെ അകത്തോട്ട് ആ മൊബൈൽ റേഞ്ചും ആ ഒരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ റൗട്ടറെ പുറത്താണ് വച്ചേക്കുന്നത്. അപ്പോൾ അവിടെ വീടിൻ്റെ അകത്തോട്ട് റേഞ്ച് ഇല്ല. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ പുറത്ത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ആ ഒരു റൗട്ടറിൽ നിന്നിട്ട് നമുക്കൊരു ലാൻഡ് കേബിൾ ഉപയോഗിച്ച്, അതായത് ഒരു ലാൻഡ് കേബിൾ ഉപയോഗിച്ച് ഒരു ലാൻഡ് കേബിൾ അകത്തോട്ട് വലിക്കുക. അതായത് ഒരു ലാൻഡ് കേബിൾ ഈ പുറത്തിരിക്കുന്ന റൗട്ടറിൽ നിന്നും അകത്തോട്ട് വലിച്ചതിന് ശേഷം അകത്ത് നമ്മളൊരു റൗട്ടർ റിപ്പീറ്റർ പോലെ, അല്ലെങ്കിൽ ഒരു ആക്സസ് പോയിൻറ്റ് പോലെ, അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഡർ പോലെ ആ ഒരു റൗട്ടർ അകത്ത് സെറ്റ് ചെയ്യുക. ഓക്കെ, അകത്ത് സെറ്റ് ചെയ്തിട്ട് ആ റൗട്ടറിൽ നിന്ന് നമ്മൾ അകത്ത് വൈഫൈ കണക്ഷൻ ഉപയോഗിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കണതെന്ന് വെച്ചാൽ, നല്ല പക്കാ നല്ല റേഞ്ചും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ആ മുകളിലിരിക്കുന്ന സിം റൗട്ടറിൽ നിന്നുള്ള കണക്ഷൻ ഡയറക്റ്റ് കേബിൾ വലിച്ചാണ് നമ്മൾ താഴോട്ട് എടുക്കുന്നത്. കേബിൾ വഴിച്ച് താഴോട്ട് എടുക്കുമ്പോൾ ശരിയാണ്, ഇവിടെ നമുക്ക് 2 റൗട്ടറുകൾ ആവശ്യമായിട്ട് വരും. ഒരു സിം റൗട്ടറിൻ്റെ ആവശ്യമായിട്ട് വരും, ഒന്ന് നോർമൽ റൗട്ടറും ആവശ്യമായിട്ട് വരും. സോ ആ ഒരു നോർമൽ റൗട്ടറിലോട്ട് നമ്മൾ ഈ സിം റൗട്ടറിൽ നിന്ന് കേബിൾ വലിച്ച് കണക്ഷൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല സ്പീഡ് കിട്ടും. നല്ല സ്പീഡ് കിട്ടുമെന്ന് വെച്ചാൽ, നമ്മൾ റേഞ്ച് ഉള്ളിടത്താണ് ആ സിം റൗട്ടർ വച്ചേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വയറ് വലിച്ച് എടുത്തേക്കുന്ന താഴത്തേക്ക് വലിച്ചേക്കുന്നിടത്ത് നമുക്ക് അകത്ത് റേഞ്ച് പ്രൊവൈഡ് ചെയ്യാൻ, അതായത് അകത്തുള്ള റൂമുകളിലും മറ്റും റേഞ്ച് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ രണ്ടാമത് പറഞ്ഞേക്കുന്ന റൗട്ടറിൽ നിന്ന് നമുക്കിത് കിട്ടും. അപ്പോൾ ഇത് ആണ് ഒരു പോംവഴി എന്ന് പറയുന്നത്. ഈ റേഞ്ച് കുറഞ്ഞ സ്ഥലങ്ങളിൽ കണക്ഷൻ കിട്ടാനുള്ള ഒരു പോംവഴി ഇതാണ്. പിന്നെ ഇത് സിം റൗട്ടർ എങ്ങനെയാണ് കോൺഫിഗറേഷൻ ചെയ്യുന്നതെന്നും, ഏത് സിം റൗട്ടറാണ് മേടിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാം എന്നെല്ലാം നമ്മുടെ ചാനൽ സന്ദർശിക്കുക. നമ്മുടെ ചാനലിൽ ഞാനത് അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കോൺഫിഗറേഷൻ ചെയ്യുന്ന ബാക്കി കാര്യങ്ങളെല്ലാം. പിന്നെ ഇത് മേടിക്കുന്ന റൗട്ടറുകൾ എങ്ങനത്തെയാണെന്നും ഏതൊക്കെ മോഡൽ റൗട്ടറുകളാണ് മേടിക്കേണ്ടതെന്നൊക്കെ കമൻറ്റിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്കത് അനുസരിച്ച് മേടിക്കാൻ സാധിക്കും. കാരണം ഇത്തരം പ്രശ്നം പ്രൈസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു പോംവഴിയാണ്. കാര്യം ശരിയാണ്, 2 റൗട്ടറുകൾ ആവശ്യമുണ്ടെങ്കിലും ഇതൊരു ചെറിയൊരു പോംവഴിയാണ്. നിങ്ങൾക്കിത് പരീക്ഷിച്ച് നോക്കുക എന്നല്ല, സക്സസ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു സിം റൗട്ടറിൽ അത്യാവശ്യം 5G കണക്ഷൻ പോലുള്ള സ്ഥലത്താണെങ്കിൽ അത്രയും നല്ലത്. ഈവൻ 5G ഇല്ലെങ്കിലും 4G ആണെങ്കിലും ആ ഒരു 4G സിം ഉപയോഗിച്ച് 5G സിം ഉപയോഗിക്കുന്ന റൗട്ടേഴ്സ് ഇപ്പോൾ നിലവിലുണ്ട്, നമുക്കിവിടെ അവൈലബിൾ അല്ല. എന്നാലും 4G ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന റൗട്ടേഴ്സ് ഉണ്ട്. സോ അത്തരം 4G റൗട്ടേഴ്സ് ഉപയോഗിച്ച് 4G സിം റൗട്ടർ ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ കേബിൾ ഉപയോഗിച്ച് നമുക്ക് താഴത്ത് നല്ല പ്രോപ്പറായിട്ട് തന്നെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും റൂട്ടർ ഉപയോഗിച്ച് തന്നെ ആ ഒരു വൈഫൈ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു പറഞ്ഞ സബ്ജക്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ അറിയാം, വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിക്കുക, ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. പിന്നെ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് വൈഫൈ എക്സ്റ്റൻഷനെ കുറിച്ചും മെഷ് വൈഫൈനെ കുറിച്ചും അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ നമ്മുടെ ചാനൽ അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീഡിയോസൊക്കെ എടുത്തൊന്ന് നോക്കുക. അതിൽ തന്നെ ചാനൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ട്യൂട്ടോറിയൽ ക്ലാസ്സുകളും കോൺഫിഗറേഷൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളൊക്കെ അത് നമ്മുടെ ചാനലിൽ തന്നെ ലഭ്യമാവും. നമുക്കതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും എല്ലാം നമ്മളുണ്ട്. ദിനേഷ് കുമാർ CD എന്നുള്ള പേരിൽ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള
ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമൻറ്റായിട്ടും വാട്സപ്പായിട്ടും ചോദിക്കുക. താങ്ക് യു സോ മച്ച്.